ഒരു സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബാഹുൽ രമേഷ് എന്നുള്ള ഒറ്റ പേര് മതി ഈ സിനിമ കാണാൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്കോ എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ പ്രേക്ഷകരുമായിട്ട് സംവേദിക്കുന്നത് മനോഹരമായ ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. പ്രത്യേകിച്ച് പ്രകൃതി രമണീയമായ അല്ലെങ്കിൽ ഹിൽസ് ഏരിയയൊക്കെയുള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് സിനിമയിലേക്ക് പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നടക്കുന്ന 2-3 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെയുള്ളൊരു മിസ്റ്ററി ത്രില്ലർ ഡ്രാമ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ പോലെ പറഞ്ഞിരിക്കുന്നത് സംടൈംസ് ഡിസ്ട്രോയർ ആൻഡ് പ്രൊട്ടക്ടർ ആർ സെയിം എന്നൊക്കെ പറഞ്ഞൊരു ക്യാപ്ഷനൊക്കെ ഇട്ടാണ് അവർ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് പ്രേക്ഷകർ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളത് കഥയുടെ ഓരോ വഴിത്തിരിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന സംഭവങ്ങളാണ്. അത് ഈ ഇൻസിഡൻസുകൾ ഉണ്ടാകുന്നതും തുടർന്ന് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഗ്രോത്തുമൊക്കെ ഈ സിനിമയിൽ വളരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ബാഹുൽ രമേഷിൻ്റെ റൈറ്റിംഗ് പാറ്റേൺ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ കിഷ്കിന്ദ നാടകമൊക്കെ എടുക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റാണ്. ഇതിലും അങ്ങനെ തന്നെയാണ്. ഒരു ക്യാരക്ടറിൻ്റെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. പക്ഷേ ആ ഒരു ഇഷ്യൂവിനെ അവരെങ്ങനെ മുമ്പോട്ട് ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർ കഥയിലേക്ക് എങ്ങനെ ഇൻവോൾവ്ഡ് ആവുന്നു, അവരുടെയൊക്കെ ഒരു എന്താണ് യഥാർത്ഥ മോട്ടീവ് എന്നുള്ളതൊക്കെയാണ് സിനിമ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും. കാര്യം ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ഒന്ന് സന്ദീപ് പ്രദീപാണ്. സന്ദീപ് പ്രദീപ് അത്യാവശ്യം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിനീതിൻ്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ വിനീതിൻ്റെ ആ പെർഫോമൻസൊക്കെ നമ്മൾ അദ്ദേഹത്തിൽ നിന്നൊക്കെ ഒരുപാട് നാൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പാച്ചു അത്ഭുത വിളക്ക് വെക്കുന്നതിന് ശേഷം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ചും കൂടെ നല്ല അതിൻ്റെ ആക്ടിങ് മെത്തേഡിക്കായിട്ടുള്ള ആക്ടിങ്ങൊക്കെ വളരെ രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ നരേൻ്റെ പ്രകടനവും നന്നായിരുന്നു. അതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബിയാന മൊനീം ഉണ്ട്, അതുപോലെ തന്നെ സിംഷി ഫെയ് ഉണ്ട്. അവരുടെ ക്യാരക്ടേഴ്സിനെയും ബിൽഡ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അവരുടെ ഒരു പോർഷനാണ് സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആവുന്ന പോർഷൻസുകൾ. പക്ഷേ അവരുടെ പ്രകടനം, രണ്ടുപേരുടെയും പ്രകടനം ഈ സിനിമയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഛായാഗ്രഹണം ഓൾറെഡി നിർവഹിച്ചിരിക്കുന്ന ബാഹുൽ രമേഷ് തന്നെയാണ്. തിരക്കഥ, സംഭാഷണം, ഛായാഗ്രഹണം ബാഹുൽ രമേഷാണ്. അതുപോലെ തന്നെ ഇതിനൊപ്പം തന്നെ ഈ മ്യൂസിക് നന്നായിട്ട് എലവേറ്റ് ചെയ്ത് മജീദാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സൂരജ് ES ആണ് എഡിറ്റർ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് നല്ല ബേസിൽ പോയിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു തുടക്കം കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് തോന്നിയായിരുന്നു. പക്ഷേ എന്നാലും സിനിമ ഒരു പർട്ടിക്കുലർ ലെവലിന് ശേഷം പിന്നെ സിനിമ ബിൽഡപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടാണ് തീർന്നിരിക്കുന്നത്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ സിനിമ കാണാനുള്ള ഇതിൻ്റെ കഥാപരിസരങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കാൻ പിന്നീട് നമുക്ക് സംസാരിക്കാം. പക്ഷേ എന്നാൽ പോലും ഈ ഒരു അവസരത്തിൽ ഒരു സിനിമയുടെ ഓവറോൾ നമ്മൾ നോക്കുമ്പം എന്തുകൊണ്ടും പ്രത്യേകിച്ച് കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയുടെ മേക്കേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് അവർ അവകാശപ്പെട്ടിരുന്നത്. അപ്പം അവർ രണ്ടുപേരും ചേർന്ന് വീണ്ടും ഒരു സിനിമ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് തീർച്ചയായും ഒരു അതാണ് ആ വാക്ക്, എക്സ്പെരിമെൻ്റൽ, എന്നാൽ പ്രേക്ഷകരെ തീർച്ചയായിട്ടും ത്രില്ലടിപ്പിക്കുന്ന പുതിയ ഒരു ആനിമൽ ട്രിലോളജിയുടെ ഭാഗമായി വരുന്ന 3ാമത്തെ സിനിമ എന്നും കൂടെ അവർ അവകാശപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഭാഗങ്ങളൊന്നും നമുക്ക് ഇപ്പം നിലവിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. അതൊക്കെ എടുത്തിരിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ പോലും സിനിമ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നമുക്ക് പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആയ ചിത്രമാണ്. തീർച്ചയായും പ്രേക്ഷകർക്ക് ഈ സിനിമ കാണാവുന്നതാണ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ തുടർന്ന് വരുന്നതായിരിക്കും. താങ്ക് യു.